വിധി സംസ്ഥാന സർക്കാരിനും CPM-നും കനത്ത തിരിച്ചടിയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കുറ്റക്കാർ ആണെന്ന് കണ്ടെത്തിയതോടെ കേസിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന CPM വാദം പൊളിഞ്ഞു. CBI അന്വേഷണത്തെ എതിർക്കാൻ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവിട്ട സംസ്ഥാന സർക്കാരിന് വിധി തിരിച്ചടിയായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം K മണികണ്ഠൻ, മുൻ പാക്കം ലോക്കൽ സെക്രട്ടറി ഭാസ്കരൻ വെളുത്തോളി, മുൻ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ. ഒരു കൊലപാതക കേസിൽ ജില്ലയിലെ CPM നേതൃനിര ഒന്നാകെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നത് ഇതാദ്യം. പെരിയ ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്നും കേസിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നുമുള്ള CPM വാദം ഇതോടെ പൊളിഞ്ഞു. അസന്നിഗ്ധമായി കോടതി പറഞ്ഞിരിക്കുന്നു, ഈ കൊലപാതകം നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ഇതിനകത്ത് ഗൂഢാലോചനയുണ്ട്, ആ ഗൂഢാലോചന ആസൂത്രിതമാണ്, ഉന്നതമായ നേതാക്കന്മാരുടെ അറിവും സമ്മതത്തോടും കൂടിയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. കേസിൽ കോൺഗ്രസിന് നിയമസഹായം നൽകി വന്ന അഡ്വക്കേറ്റ് CK ശ്രീധരനെ സ്വന്തം പാളയത്തിലെത്തിച്ച് നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളും CPM-ന് ഗുണം ചെയ്തില്ല. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകത്തിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന നടന്നെന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയവാദത്തിന് ബലം നൽകുന്നതുകൂടിയാണ് കോടതി വിധി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിധി CPM-ന് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണ്. സമ്മേളനകാലത്തുണ്ടായ കോടതി വിധി പാർട്ടി വേദികളിലും സജീവ ചർച്ചയാകും. CBI നേതാക്കളെ മനഃപൂർവ്വം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും നിയമവിദഗ്ധരുമായി ആലോചിച്ച് അപ്പീൽ നൽകുമെന്നും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി. CBI ഇത് ബോധപൂർവം ഈ നേതാക്കളെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയതാണ്. വിധിപ്പകർപ്പ് പൂർണ്ണമായിട്ട് വായിച്ച് കണ്ടതിന് ശേഷം അപ്പീൽ പോകും. കോടികൾ മുടക്കി സുപ്രീം കോടതിയിൽ CBI അന്വേഷണത്തെ എതിർത്ത സംസ്ഥാന സർക്കാരിനും വിധി കനത്ത തിരിച്ചടിയാണ്. മീഡിയ 1 കാസർഗോഡ്.